ശ്രീകുമാർ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചാണ് രാജിവെച്ചത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അപ്പോൾ അലമ്പല്ലെങ്കിൽ ഇതൊരു വലിയ അലമ്പായിട്ട് മാറുക. ഇല്ല, അവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ല. അവരെ പദവികൾ ഒഴിഞ്ഞിട്ടുണ്ട്. അതിന് ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയമാണ് അവർ കാരണമായിട്ട് പറയുന്നത്. അത് ഇത്തരം പാർട്ടി തീരുമാനങ്ങളിലും നിലപാടുകളിലും പരസ്യമായി പ്രതികരണം ഇതുപോലെ നടത്തുന്നത് അച്ചടക്ക ലംഘനമാണ്. അതുകൊണ്ട് ആ അച്ചടക്ക ലംഘനത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണം ചോദിച്ചുകൊണ്ട് അവർക്ക് വിശദീകരണം നോട്ടീസ് അയക്കാൻ ദേശീയ കമ്മിറ്റി തീരുമാനിച്ചതായി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് വേണം എന്ന് പാർട്ടി തീരുമാനിക്കും. ഞങ്ങളെ പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനമാണ് എല്ലാ പാർട്ടിക്കാരുടെയും നിലപാട്. 10-25 ലക്ഷം മെമ്പർഷിപ്പുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയല്ലേ ഇത്. ഈ ഒരാളല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞോ? അപ്പം അതുകൊണ്ട് അതുമെല്ലാം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ്. നൂർബിന തെറ്റുകൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഇല്ലെങ്കിൽ വിശദീകരണ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിലപാട് സ്വീകരിക്കും. അല്ല, അതൊക്കെ ഈ പറഞ്ഞതിൽ അതൊക്കെ പെട്ടു. എന്തൊക്കെ അവർ പറഞ്ഞോ അതിനൊക്കെ വിശദീകരണം ആവശ്യപ്പെടും. അതിൻ്റെ വിശദീകരണ രീതി അനുസരിച്ച് ഞങ്ങൾ പാർട്ടി നിലപാട് സ്വീകരിക്കും. പരസ്യമായ അതിർത്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞ ശേഷം പാർട്ടി നേതൃത്വം സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ആ അതിർത്തി പരിഹരിക്കുന്നതിന് ഇടപെടൽ നടത്തി. അല്ല, അവർ ഞങ്ങളോട് അതൃപ്തി പറഞ്ഞാലല്ലേ ഞങ്ങൾ സംസാരിക്കുക. അവർ മാധ്യമങ്ങളോട് അതൃപ്തി പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ കഴിയും? അതിന് പാർട്ടി അച്ചടക്കം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, പാർട്ടിയുടെ പ്രൊസീജിയറുകളുണ്ടല്ലോ, അതിനനുസരിച്ച് പോയാൽ പാർട്ടി ഉണ്ടാവും. അല്ല, പുറത്തുള്ള ആളുകളുടെ പിന്തുണയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം. ഒരു പ്രതിസന്ധിയില്ല, ഒരു വോട്ട് പോലും അതുകൊണ്ട് എവിടെയും കുറയില്ല. ഈ അച്ചടക്കം ഇല്ലാത്ത നടപടിയാണ് അവർ സ്വീകരിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ പ്രാഥമികമായിട്ട് നിങ്ങൾ വിലയിരുത്തൽ എന്താ? ഒരു പാർട്ടി തീരുമാനത്തിനെതിരെ ഒരു പാർട്ടി അംഗം പരസ്യമായി പ്രതികരിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും പൊതുരംഗത്തുള്ളവരല്ലേ. ചോദിക്കാൻ തീരുമാനിച്ചു. അതിനെ തുടർന്ന് മറ്റ് നടപടികളിലേക്ക് പോകും. പറഞ്ഞല്ലോ, അത് 100 വട്ടം പറഞ്ഞു. വേറെ എന്തെങ്കിലും സബ്ജക്റ്റ് ഉണ്ടോ? ഇനി വനിതാ ലീഗിൻ്റെ നിലപാട് അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി പറയണം, അല്ലെങ്കിൽ ഇത് ദേശീയ കമ്മിറ്റി പറയണം. ഏതെങ്കിലും വ്യക്തി വന്ന് പറഞ്ഞാൽ വനിതാ ലീഗിൻ്റെ നിലപാടല്ല.